മോളെ ഇന്നലെ ഒരു മത്സരം കഴിഞ്ഞു, തിരുവാതിരയായിരുന്നു. അതിന് എ ഗ്രേഡ്. ഇനിയിപ്പോ ശാസ്ത്രീയ സംഗീതമുണ്ട് നാളെ. എങ്ങനെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നീ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പല കുട്ടികളെയും പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ മറ്റു കഴിവുകളെ കുറിച്ച് പറയാറുണ്ട്. ആര്യയും ചില്ലറക്കാരിയല്ല. തീർച്ചയായും ആര്യ നമുക്ക് എല്ലാ സുപരിചിതമായ ഒരു പരസ്യ ചിത്രത്തിൽ ചെയ്തിട്ടുണ്ട്. ആര്യ ഞാൻ റെഡ്, ഏതാണ്ട് റെഡിലെ ഒരു ഷെയ്ഡായിട്ടിരിക്കുന്നത്. സൺലൈറ്റിന്റെ പരസ്യത്തില്, അതെ സൺലൈറ്റിന്റെ പരസ്യത്തിൽ മുത്തശ്ശി റെഡല്ലോ ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ കുട്ടിയാണ് ഇദ്ദേഹം. മഞ്ജു വാര്യരുടെ കുട്ടിക്കാലം അല്ലേ? വേറെന്തൊക്കെയാണ് ഈ കലാപരമായിട്ടും അതിന് പുറത്തേക്ക് ഒരുപക്ഷെ നമുക്ക് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ഒക്കെ അറിയാനുള്ള വിശേഷങ്ങൾ എന്നൊക്കെയാണ് ആര്യക്ക് പറയാനുള്ളത്? വേറെ ഇതുപോലെ ഇപ്പൊ പറഞ്ഞ പോലെ സൺലൈറ്റിന്റെ ആഡിൽ കൂടെയാണ് ഞാൻ ചെയ്തു തുടങ്ങി. ഞാൻ അതുപോലെ പ്രീസ്റ്റ് എന്ന സിനിമയിൽ മഞ്ജു വാര്യരുടെ കുട്ടിക്കാലം ചെയ്യാൻ പറ്റി. പിന്നെ അതിൻ്റെ കൂടെ പാട്ടും കലോത്സവം എഴുതിയിട്ട് പണ്ട് മുതൽ ഇങ്ങനെ ചെയ്തു പോകണം. അതെ, പ്രേക്ഷകർക്ക് ഒക്കെ സുപരിചിതയാണ്, കലോത്സവ വേദികളിലും സജീവമാണ്. ഒന്ന് തണുപ്പിക്കണ്ടേ പാട്ട്? മിനി സ്ക്രീനിൽ നമ്മൾ കണ്ടു. ഇനി ശബ്ദം കൊണ്ടുള്ള എങ്ങനെ അമ്പരപ്പിക്കുമെന്ന് നോക്കാം. ഓക്കെ, ഈ വെയിലിനെ അങ്ങ് തണുപ്പിച്ചേക്ക്. അതെ, താങ്ക് യു. ശ്രീരമണി കുച ദുർഗവിഹാരേ സേവക ജന മന്ദിര മന്ദാരേ ശ്രീരമണി കുച ദുർഗവിഹാരേ സേവക ജന മന്ദിര മന്ദാരേ പരമഹംസ ഛത്ര ജഗോനെ പരിപൂർണിത മുരളീരവധാരേ മാനസ സഞ്ചരരേ ലക്ഷ്മി, ഞാൻ ഒരല്പസമയത്തേക്ക് എൻ്റെ നാട്ടിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഏതെങ്കിലും ലീവ് കിട്ടുമ്പോൾ നാട്ടിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് അവിടെ സംഗീതോത്സവം നടക്കുന്ന സമയത്ത് ഇത്തരം കീർത്തനങ്ങളൊക്കെ പാട്ട് ആ ഗുരുവായൂർ ക്ഷേത്രത്തെ അങ്ങ് വലിയ ഒരു അതിനേക്കാൾ മുകളിലേക്ക് ഉയർത്തുന്ന ഒരാണ് സംഗീതോത്സവം. ആ കീർത്തനങ്ങളൊക്കെ ഏതോ ക്ഷേത്ര നടയിൽ എത്തിയ ഒരു അനുഭവം. പക്ഷേ നിതിൻ കൃത്യമായി ഗുരുവായൂർ ക്ഷേത്ര നടയിൽ എത്തി എന്നുള്ളതാണ്. മോളെ ഒത്തിരി നന്നായിരുന്നു. സ്കൂള് തൃശ്ശൂർ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, ചാലക്കുടി. ഓക്കെ, അപ്പൊ പിന്നെ ഓൾ ദി ബെസ്റ്റ്. എന്തായാലും അല്ലേ, നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ലൈവായിട്ട് എന്തായാലും ഈ പാട്ട് പാടിയതിന് നമ്മുടെ ഒരു ക്ഷേത്ര നടയിലേക്ക് ഒരു നിമിഷം എത്തിച്ചതിനും